ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോക്ടർ ദർശന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമ്മളൊരു പടം കാണാൻ പോവാണ്. നമ്മൾ കാണാൻ പോകുന്ന പടത്തിൻ്റെ പേരെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ ആലപ്പുഴ ജിംഖാനിക്കായിരുന്നു പോയിരുന്നുണ്ടായിരുന്നത്. ഇത്തവണ നമ്മൾ പോകുന്നത് ലാലേട്ടൻ്റെ തുടരും എന്ന് പറയുന്ന പടത്തിനാണ്. ഒരുപാട് നല്ല ഗ്രേറ്റ് റിവ്യൂസ്, പോസിറ്റീവ് റെസ്പോൺസൊക്കെ കേൾക്കുന്നുണ്ട്. തരുൺ മൂർത്തിയുടെ ഒരു അടിപൊളി പടമാണ്. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ പോയി കണ്ടിട്ട് വരാം. നമ്മൾ കാണാൻ പോകുന്നത് വാശിയിലുള്ള തിയേറ്ററിലാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ ഡോറൊക്കെ ലോക്ക് ചെയ്ത് നമ്മൾ താഴേക്ക് പോവാണ്. താഴെയാണ് ബൈക്കുള്ളത്. സോ നമ്മൾ ബൈക്കിനാണ് പോകുന്നത് സിനിമ കാണാനായിട്ട്. കഴിഞ്ഞ തവണയും ആലപ്പുഴ ജിംഖാനയ്ക്ക് പോയപ്പോഴും ബൈക്ക് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അധികം ദൂരമൊന്നുമില്ലല്ലോ. ബൈക്കിൽ പോവുകയാണെങ്കിൽ കൂടി പോയാലൊരു ഹാഫ് ആൻ അവർ അല്ല, 45 മിനിറ്റ്സ് അങ്ങനെ പോലെ എടുക്കും. ഇത്തവണയും ചായ കുടിച്ചിട്ടില്ല. അപ്പുവാണ് ചായ കുടിക്കാത്തത്. ഞാൻ ഓൾറെഡി റാഗീൻ്റെ കുറുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് അത്ര വിശക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പു ഒന്നും കഴിക്കാത്തത് കൊണ്ട് അവൻ പുറത്തുനിന്ന് 2 ഇഡ്ഡലി 2 വടയും വാങ്ങിച്ചു. അതായത് ഒരു പ്ലേറ്റ് ഇഡ്ഡലി വട വാങ്ങിച്ചു. പക്ഷെ അവൻ കഴിച്ചില്ല. കാര്യം അവന് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ചെറിയൊരു ഗ്യാസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സോ അതുകൊണ്ട് അവന് അധികം കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. സോ അതും കൂടി ഞാനാണ് കഴിച്ചത്. സോ ആ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ ഷോ ഒക്കെ തുടങ്ങുന്നത് 9:30 ആകുന്ന സമയത്ത് നേരത്തെ എണീച്ച് ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുവിധം എല്ലാ വീടുകളിലും സൺഡേ എന്ന് പറയുന്നത് റെസ്റ്റ് ഡേ ആയിരിക്കുമല്ലോ. വൈകിയായിരിക്കും പല ആൾക്കാരും എണീക്കുക, വൈകിയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക. വൈകി ഇൻ ദ സെൻസ് ഒരുപാട് ലേറ്റായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്, കുറച്ച് നേരത്തെ കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ എന്നെ സംബന്ധിച്ചൊരു ഞായറാഴ്ചക്ക് കിട്ടിക്കഴിഞ്ഞാൽ റെസ്റ്റ് ഡേ ആണല്ലോ. നമുക്ക് ആകെ നമ്മൾ ഒരു ആഴ്ചയിൽ 6 ദിവസം വർക്ക് ചെയ്യുമ്പോൾ ഒറ്റ ദിവസം മാത്രമേ നമുക്ക് റെസ്റ്റ് ഡേ ആയിട്ട് കിട്ടുന്നുള്ളൂ. സോ 6 ദിവസം ഞാൻ കുറച്ച് കൂടുതൽ ടൈം കിടന്നുറങ്ങും. എന്നിട്ട് മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് കഴിക്കുക. ഇഡ്ഡലി വട, ദോശ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ പുറത്തുനിന്നായിരിക്കും കഴിക്കുക. സൗത്ത് ഇന്ത്യൻസിൻ്റെ ഫുഡ് തന്നെയായിരിക്കും നമ്മൾ മെയിനായിട്ട് കഴിക്കുക. ഇത്തവണ ഇങ്ങനെ സിനിമയ്ക്കൊക്കെ പോകുന്നതിനെ കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ പറ്റുമോ കഴിക്കും. നേരത്തെ എണീക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ. സോ അവൻ വലിയ കാര്യത്തിൽ പ്ലേറ്റുമായിട്ടൊക്കെ വാങ്ങിയിട്ട് കൊണ്ടിരുന്നുണ്ട്. പക്ഷെ അവനല്ല കഴിച്ചത്. ഫുള്ള് കഴിച്ചത് ഞാനാണ്. അവനാകെ 1-2 ബൈറ്റ് മാത്രമേ ഇഡ്ഡലീൻ്റെ വടൻ്റെ എടുത്തുള്ളൂ. ബാക്കി ഫുള്ള് കഴിച്ചത് ഞാൻ തന്നെയാണ്. പിന്നെ ഇത്രയും പൈസയും കൊടുത്ത് വാങ്ങിയ സാധനം വേസ്റ്റ് ആക്കുക എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഇത്രയും പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പൈസയേ ഉള്ളൂ. പക്ഷേ പൈസയ്ക്ക് പൈസേൻ്റെതായ വിലയുണ്ടല്ലോ. നമുക്ക് ഇപ്പം ഞാനിങ്ങനെ അവൻ്റെ അടുത്ത് പറയും, നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ലെന്ന്. കാര്യം ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ടാവുമല്ലോ. സോ നമ്മൾ കഴിയുന്നതും ഞാൻ മാക്സിമം എവിടെ ചെന്ന് ഫുഡ് വാങ്ങുമ്പോഴാണേലും എനിക്ക് വേണ്ടത് ഞാൻ വാങ്ങിക്കാറുള്ളൂ. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഞാൻ വാങ്ങിക്കാറില്ല എവിടെ നിന്നാണേലും. പിന്നെ കഴിയുന്നതും ഭക്ഷണം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ എന്നെ പൊതിച്ച് പറഞ്ഞല്ല, ഞാൻ ചെയ്യുന്നൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1-2 സിഗ്നലും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു പോകുന്ന വഴിക്ക്. ആൻഡ് നമ്മൾ തിയേറ്ററിലെത്തി. ഈ തിയേറ്ററിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. പാശിയിലുള്ള രഘുലയിലില്ല, വേറൊരു തിയേറ്റർ. പക്ഷെ ഇത് നല്ല കിടിലൻ തിയേറ്റർ കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡിഫറെൻറ്റ് വൈബുള്ളൊരു തിയേറ്റർ എന്ന് തന്നെ വേണേൽ പറയാം. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഹലോ ഗൈസ്, ഞങ്ങളെപ്പോഴാണ് ഇവിടെ റൂമിലെത്തിയത്? 1 മണിക്ക് എങ്ങാണ്ടാണ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുകയൊക്കെ വേണം. ഞാൻ ഓൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ബിക്കോസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതിനൊന്നും നേരം കിട്ടില്ല എന്നറിയാം. അപ്പോൾ പടം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ സ്പോയിലർ അലേർട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പടം കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്യാൻ ദ സെൻസ് നിങ്ങൾ ഫോർവേഡ് ചെയ്തിട്ട് അടിച്ചിട്ട് കണ്ടാൽ മതി. സോ കമ്മിങ് ബാക്ക് ടു ഫിലിം, നല്ല പടമാണ്. തരുൺ മൂർത്തിയുടെ ഒരു അടിപൊളി കിടിലൻ പടമാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനും ശോഭന മാമും ഒന്നിക്കുന്ന പടമാണ്. അവരുടെ കെമിസ്ട്രി ഒരുപാട് പടങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. തേന്മാവൻ കൊമ്പത്ത്, അതുപോലെ തന്നെ പവിത്രം, വേറെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വരുന്നത് നമ്മുടെ പിന്നെ മറ്റേ കിലുക്കും അല്ലാതെ ഏതായിരുന്നു സിനിമ എൻ്റെ അടുത്ത് മറന്നു. ഒത്തിരി പടങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് തേന്മാവൻ കൊമ്പത്തും പവിത്രം പോലുള്ള ഫിലിമുകളൊക്കെയാണ്. പിന്നെ മിഥുനല്ല, വേറൊരു പടമുണ്ട്, ബട്ട് അതെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ചധികം പടങ്ങളിലൂടെ നമുക്ക് വളരെ പരിചിതരായിട്ടുള്ള ഗ്രേറ്റ് കെമിസ്ട്രി, ശോഭന മാം ആൻഡ് മോഹൻലാൽ സാറിൻ്റെ ഒരു കെമിസ്ട്രി ഇതിൽ നല്ല രീതിയിൽ തരുണസ് മൂർത്തി എന്താ പറയുക വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. തരുണസ് മൂർത്തിക്ക് വർക്കൗട്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദി ആർ ലെജൻഡ് ആക്ടേഴ്സ്. അവർ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. 2 പേർക്ക് സ്റ്റോറി മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, അവർ അഭിനയിച്ച് കാണിച്ചു തരും. ഇതിൽ ശോഭന മാമിൻ്റെത് ഒരു ലാംഗ്വേജിലൊക്കെ, അതായത് ഒരു വർത്തമാനത്തിലൊക്കെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. അതായത് തമിഴ് മലയാളം മിക്സ് ചെയ്തിട്ടുള്ളൊരു വർത്തമാനമാണ്. ഐ മീൻ അങ്ങനത്തെ ഒരു ടോക്കാണ്
സ്ലാങ്ങാണ് പുള്ളിക്കാരത്തി പറയുന്നത്. സോ നമ്മൾ കണ്ട് വളർന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ശോഭന മാമിൻ്റെ സൗണ്ടിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോഡുലേഷനൊക്കെയാണ്. കാര്യം എന്താ വെച്ചാൽ തമിഴും മലയാളം കൂടി മിക്സ്ഡ് ആണല്ലോ. പിന്നെ ഇതിലുള്ള എല്ലാ ആക്ടേഴ്സും എനിക്ക് എടുത്തു പറയേണ്ടത് വില്ലൻ്റെ കാര്യമാണ്. അയാളുടെ പേരെന്തായിരുന്നു ദൈവമേ, പ്രകാശ് വർമ്മയോ ഐ തിങ്ക് അങ്ങനെ എന്തോ ആണ്. ഒരു പുതുമുഖ വില്ലനാണ് മലയാള സിനിമയിലേക്ക് തരുൺ മൂർത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എനിവേ പുള്ളിയുടെ അഭിനയം ഭയങ്കര കിടിലൻ അഭിനയമാണ്. ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസിനോടത്ത് എന്താ പറയുക, ബാലൻസ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ലാലേട്ടൻ്റെ പെർഫോമൻസിനെ കണ്ട് ഒരു പടി കൂടുതലാണ് വില്ലൻ്റെ കാര്യം. വില്ലൻ്റെ റോള് അത്രയും അടിപൊളിയായിട്ട് അങ്ങേര് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് അയാളോട് തോന്നുന്നൊരു ദേഷ്യമുണ്ട്. ആ ദേഷ്യത്തിനൊരു ഇൻറ്റൻസിറ്റിയാണ് അയാളെന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. ബിക്കോസ് അത്രയ്ക്കും ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട് ആ വില്ലൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ ആനന്ദ മൂവിയിലൊക്കെ നമുക്ക് സുപരിചിതനായിട്ടുള്ള തോമസ് മാത്യു എന്ന് പറയുന്ന ആളാണ് മോഹൻലാൽ സാറിൻ്റെ മകനായിട്ട് വരുന്നത്. പിന്നെ ഒരു കുട്ടിയുണ്ട്, അത് എനിക്ക് പുതുമുഖ നടിയാണോ എന്ന് എനിക്കറിയില്ല. ചെറിയൊരു കുട്ടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട് മോഹൻലാലിൻ്റെ മോളായിട്ട്. ആൻഡ് മണിയൻ പിള്ള രാജു ഉണ്ട്. വേറെ 1-2 ആക്ടേഴ്സൊക്കെ ഉണ്ട്. എനിക്ക് ഫെമിലിയർ അല്ല അവരുടെ നെയിമൊന്നും, പക്ഷെ 1-2 പടത്തിലൊക്കെ ഞാൻ അവരെ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സോ എങ്ങനെ നോക്കുകയാണെങ്കിലും പടം റോത്താണ്. കാര്യം ഫാമിലി പാക്ക് ആയിട്ടുള്ള വെറും ഫാമിലി ഫീൽ ഗുഡ് ആ ഒരു സെക്ഷൻ മാത്രമല്ലത്, ഇത് ഓൾസോ ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു പകുതിയൊക്കെ അല്ലെങ്കിൽ ഒട്ടുമിക്ക ഭാഗവും ഒരു ഫീൽ ഗുഡ് നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു ഫിലിം പെട്ടെന്ന് സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ത്രില്ലർ മോഡിലേക്ക് മാറുകയാണ്. ആൻഡ് സ്ക്രീൻ പ്ലേ വാസ് ടു ഗുഡ് ആൻഡ് മ്യൂസിക് എല്ലാം അടിപൊളിയാണ്. മ്യൂസിക്കൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. കാര്യം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാട്ടാണ് കൺമണി പൂവേ എന്ന് തുടങ്ങുന്ന ഒരു ലൈന്. എം ജി ചേട്ടൻ്റെ പാട്ടുകളെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബസ് അടിപൊളി. എം ജി അടിപൊളിയായിട്ട് ഇതിൽ പാടിയിട്ടുണ്ട്. വേറെയും കുറേ പാട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ട് വരുന്നത് ഈ കൺമണി പൂവേ എന്ന് തുടങ്ങുന്ന ഗാനാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇറ്റ്സ് റിയലി ഗുഡ് മൂവി. കാര്യം കൂടുതലും കുടുംബ പ്രേക്ഷകരാണ് കാണുകയെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളവർ കാണില്ല എന്നല്ല കേട്ടോ. എല്ലാവരും പറയും നമുക്ക് പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി, ലാലേട്ടൻ ഇസ് കം ബാക്ക്, ഏട്ടൻ്റെ വിജയമാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ബട്ട് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഇത് കൈൻഡ് ഓഫ് ദൃശ്യം മൂവി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദൃശ്യത്തിലും നടക്കുന്ന സെയിം സ്റ്റോറീസ് ആൻഡ് ഓൾ ദാറ്റാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് എന്നുള്ള പോലെ. കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇൻറ്റൻഷനലി കൊടുത്തതല്ല, ബട്ട് ഏകദേശം നമുക്ക് സിമിലർ ആയിട്ട് നമുക്ക് തോന്നും. എനിക്ക് അങ്ങനെ പേഴ്സണലി ഫെൽറ്റ് ചെയ്തു. ആൻഡ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറിയൊക്കെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് അടുത്ത് സംഭവിക്കുക എന്നുള്ളത്. സോ ബേസിക്കലി എനിക്കങ്ങനെ പറയാൻ പറ്റാറില്ല. ബട്ട് ഈ മൂവീൻ്റെത് ഞാൻ പ്രെഡിക്റ്റബിൾ ആയിരുന്നു അടുത്ത് എന്താ നടക്കുക എന്നൊക്കെ ഉള്ളത്. സോ ആ ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഞാൻ പറഞ്ഞില്ല, ആക്ടിങ് അടിപൊളിയാണ്, സോങ് അടിപൊളിയാണ്, സ്ക്രീൻ പ്ലേ DOP എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ബട്ട് സ്റ്റോറി ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒന്നുമല്ല. ബട്ട് നല്ല സ്റ്റോറിയാണ്. ആൻഡ് ആക്ടിങ് ഒക്കെ അടിപൊളിയാണ്. ലാലേട്ടൻ്റെയും ശോഭന മാമിൻ്റെയും ഒക്കെ അവരവരുടെ റോൾ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ മൂവി. ആൻഡ് നിങ്ങൾ സൺഡേ ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? പിന്നെ ആക്ച്വലി ഞാൻ ഒരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ എന്നും വ്ളോഗ് എടുക്കുമ്പോൾ നിങ്ങൾക്കിതൊരു കാണുമ്പോൾ ഒരു വെറൈറ്റി വേണ്ടതെന്ന് വെച്ചിട്ടാണ്, ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു റിവ്യൂ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇതിലൂടെയാണ് വിചാരിച്ചത്. പിന്നെ എന്താണ് ഗൈസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നായിരുന്നു ഞാനിവിടെ പുതിയൊരു കർട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. ഐ വിൽ ഷോ യു ഹൗസ് ദാറ്റ് കർട്ടൻ. കൊള്ളാമോ? നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് വന്നിട്ട് എത്രയോ പ്രൈസ് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കർട്ടൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ DM ചെയ്താൽ മതി. എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും ഫ്ലിപ്കാർട്ടിലൊക്കെ. സോ ഇതാരും വന്ന് കമൻറ്റ് ചെയ്യില്ല എന്ന് ഞാൻ വിചാരിക്കുന്നതിന്. ഈ കർട്ടൻ വാങ്ങിച്ചിട്ട് 2 ദിവസമായി. ഇതിൻ്റെ പേരിൽ വലിയൊരു കഥയുണ്ട് പറയാനായിട്ട്. ഫ്ലിപ്കാർട്ടിൽ കുറച്ച് മുന്നേ അപ്പോൾ ഓൾറെഡി എന്താ പറയുക, ഇത് കാർട്ടിലിട്ടിട്ടുണ്ടായിരുന്നു, ഓർഡർ കൊടുത്തു. പക്ഷേ സാധനം ഡേറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ കിട്ടുന്നില്ല. ഇതിപ്പം ഒരുപാട് ലേറ്റായിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡെലിവർ ചെയ്തിട്ടുണ്ടായത്. ആൻഡ് ഡെലിവേർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പിൽ കാണാനിടയുണ്ടായിരുന്നു നമ്മൾ. കാര്യം നമുക്ക് സാധനം കിട്ടിയിട്ടില്ല, പക്ഷെ അതിൽ ഡെലിവേർഡ് എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ അപ്പോൾ ഒരുപാട് തവണ വിളിച്ചു നോക്കി. അങ്ങനെ വിളിച്ചു നോക്കിയപ്പം ആൾക്ക് ഇവിടെ വന്ന്, അതായത് ഡെലിവറി ഏജൻറ്റിന് ഇവിടെ വന്ന് ട്രാവൽ ചെയ്ത് നമുക്ക് ഇത് തരാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം എന്ത് ചെയ്തില്ല, ആൾ ഇതുവരെ നമുക്ക് സാധനം കൊണ്ടു തന്നില്ല. എന്നിട്ടാണെങ്കിൽ അതിൽ ഡെലിവേർഡ് എന്ന് മാർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ അതങ്ങനെ വിട്ടാൽ പറ്റില്ല. നമ്മളങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തു. സീനിയർ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ വിളിച്ച് നമ്മൾ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തു.
പിന്നെയാണ് നമ്മൾ കാര്യം നമ്മൾ നിൽക്കുന്ന ഈ ഫ്ലാറ്റിൽ ലിഫ്റ്റ് ഇല്ല. സോ സ്റ്റെയർ ഇറങ്ങിയിട്ട് വേണം ഇങ്ങോട്ട് വരണമെങ്കിൽ. അതാണ് മെയിൻ ഇഷ്യൂ എന്നാണ് തോന്നുന്നത്. ഒന്നിൽ നമ്മൾ താഴേക്ക് പോകണം, അല്ലെങ്കിൽ അവർ താഴെയുള്ള ആൾ മേലേക്ക് വരണം, അല്ലാതെ സാധനം കിട്ടില്ലല്ലോ. സോ അങ്ങനെ ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് പുള്ളിക്ക് ഇങ്ങോട്ടേക്ക് നടന്ന് കയറി വരാൻ പറ്റില്ല. ദാറ്റ്സ് വൈ ഹി ഡിലേഡ് ദ ഓർഡർ ആൻഡ് ഓൾ ദാറ്റ്. സോ അപ്പോൾ എന്താ പുള്ളി സാധനം നമുക്ക് ഇതുവരെ കൊണ്ടു തന്നിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് അഡ്രസ്സൊക്കെ തപ്പി കണ്ടുപിടിച്ച് പോയി വാങ്ങിച്ച സാധനമാണിത്. സോ ഇവിടെ നവി മുംബൈ ഏരിയയിൽ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുന്ന ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഫ്ലാറ്റിൽ ലിഫ്റ്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ. കാര്യം അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവർക്ക് ഒരുപാട് ഓർഡേഴ്സൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ലിഫ്റ്റൊക്കെ കയറി ഈ ഒരു കാലഘട്ടത്തിൽ ലിഫ്റ്റൊക്കെ കയറി വരുന്ന എത്ര ആൾക്കാരുണ്ട്, കയറി ഇറങ്ങി ജോലിക്ക് പോകുന്നേയും വേറെ എന്തെങ്കിലും ആവശ്യത്തിലൊക്കെ പോകുന്ന എത്ര ആൾക്കാരുണ്ട്. എനിക്ക് പോലും പിന്നെ വലിയ കുഴപ്പമില്ല ലിഫ്റ്റ് ഇല്ലെങ്കിലും. നമുക്ക് സ്റ്റെയർ കയറി ഇറങ്ങുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ എന്നുള്ളൊരു കുഴപ്പം കൊണ്ട് പിന്നെ നമ്മൾ അധികകാലം ഈ ഒരു ഫ്ലാറ്റിൽ നിൽക്കില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് നമ്മളവിടെ നിൽക്കുന്നത്. ഓൾദോ റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ലിഫ്റ്റിൻ്റെ ഒരു സീൻ കൊണ്ട് നമുക്ക് റൂം മാറുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല. സോ അതുകൊണ്ടാണ് നമുക്കിത് ഓക്കെയാണ്. സോ പുറത്തുള്ള ആൾക്കാർക്ക് എങ്ങനെയാണല്ലോ നമുക്കറിയില്ല. ഈ ലിഫ്റ്റിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ആളിവിടേക്ക് വന്ന് ഡെലിവറി ചെയ്യാത്തത്. സോ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഏരിയയിൽ ആരെങ്കിലും ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് ദേ ഡോണ്ട് ഹാവ് എനി ലിഫ്റ്റ് വേർ ദേ ആർ സ്റ്റേയിങ്, എവിടെയാണോ നിൽക്കുന്നത് അവിടെ ലിഫ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധനം ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കുറേ വെറൈറ്റിയൊക്കെ നോക്കി ഫ്ലിപ്കാർട്ടിൽ വിളിച്ചിട്ട് അതിൻ്റെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ, എന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. കാര്യമൊന്നും വെച്ചാൽ അഡ്രസ്സും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞു തന്നില്ല. ഒരു നമ്പർ തരിക ചെയ്തത്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് അവനങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ഔട്ട്ലെറ്റ് ചെന്ന് സാധനം നമുക്ക് മാറ്റി തന്നു. സോ ഗൈസ്, അത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. വേറെ എന്താണ്, എല്ലാവരും സൺഡേ ഒക്കെ അടിച്ചു പൊളിച്ചില്ലേ, എവിടെയെങ്കിലുമൊക്കെ പോയോ? നിങ്ങളുടെ വിശേഷം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ആവും ചെയ്യും. പിന്നെ നമ്മുടെ ചാനൽ കുറച്ച് പേരൊക്കെ പുതിയതായിട്ടുള്ള കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. എനിക്കത് നിങ്ങളോട് പറഞ്ഞേ മതിയാവുള്ളൂ. ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ എൻ്റെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ അറിയുന്നതായിരിക്കും. ചില ആൾക്കാർക്ക് എന്നെ വിചാരിക്കും ഇവളെന്താ ഇത് എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത്. പക്ഷെ പറയണ്ടേ, കാര്യം എനിക്കറിയില്ല. ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും ഇവർ ശരിക്കും എന്ത് കണ്ടിട്ടായിരിക്കും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കാറുണ്ട്. എൻ്റെ ഹേറ്റേഴ്സിൻ്റെ അടുത്തും എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളുടെ സമയം അതെനിക്ക് വിലപ്പെട്ടതാണ്. സോ ഐ വിൽ വാല്യൂ ദാറ്റ്. ആ ഒരു എഫേർട്ട്, ആ ഒരു ടൈം എല്ലാം ഞാൻ വാല്യൂ ചെയ്യും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇന്നത്തേക്ക് സമാപിക്കുകയാണ് ഗൈസ്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. സോ